ഒറിജിനൽ ലോട്ടറി ടിക്കറ്റുകളുടെ ഡ്യൂപ്ലിക്കേറ്റുകൾ തയ്യാറാക്കി വിൽപ്പന നടത്തിയ CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന് സമ്മാനമടിച്ചത് പണിയായി. ടിക്കറ്റുമായി എത്തിയപ്പോൾ ലോട്ടറി സെന്റർ ഉടമ വ്യാജനെ തിരിച്ചറിഞ്ഞു. കൊല്ലം പുനലൂരിലാണ് സംഭവം. CPM പുനലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും വാളക്കോട് സ്വദേശിയുമായ ബൈജു ഖാനാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതി 3 ലോട്ടറി വിൽപ്പന കേന്ദ്രങ്ങൾ വഴിയാണ് വൻ തട്ടിപ്പ് നടത്തിയത്. ക്രിസ്തുമസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി ടിക്കറ്റുകളുടെ പകർപ്പെടുത്തായിരുന്നു തട്ടിപ്പ്. 2024 ഡിസംബർ 7 മുതൽ 24 വരെ ടിക്കറ്റുകൾ വാങ്ങി വ്യാജൻ തയ്യാറാക്കി പ്രതി വിൽപ്പന നടത്തി. പുനലൂരിലെ TB ജംഗ്ഷനിലെ ചക്കുളത്തമ്മ ലക്കി സെന്റർ ഉടമ സുഭാഷ് ചന്ദ്രബോസാണ് വ്യാജനെ തിരിച്ചറിഞ്ഞ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സ്ഥാപനത്തിൽ നിന്ന് പ്രതി ടിക്കറ്റുകൾ വാങ്ങി വ്യാജ ടിക്കറ്റ് തയ്യാറാക്കി വിൽപ്പന നടത്തിയെന്ന് കണ്ടെത്തിയത്. 332 രൂപ നിരക്കുള്ള ലോട്ടറി ടിക്കറ്റിന്റെ വ്യാജ ടിക്കറ്റ് തയ്യാറാക്കി 400 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയത്. ബൈജു വിറ്റ ചില ലോട്ടറി ടിക്കറ്റുകൾക്ക് സമ്മാനം ലഭിച്ചതോടെയാണ് വമ്പൻ തട്ടിപ്പ് പുറത്തറിഞ്ഞത്. ബൈജു ഖാന്റെ കൈവശം നിന്ന് വ്യാജ ടിക്കറ്റ് വാങ്ങി ശബരിമല തീർത്ഥാടകരും കബളിപ്പിക്കപ്പെട്ടു. ഇവരും പരാതി നൽകിയിട്ടുണ്ട്. പുനലൂർ മിനി പമ്പയിലുള്ള ബൈജുവിന്റെ ലോട്ടറി കടകൾ വഴി വലിയ തോതിൽ വ്യാജ ടിക്കറ്റുകൾ വിറ്റുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിക്കുന്ന വിവരം. തട്ടിപ്പിൽ ബൈജു ഖാനൊപ്പം കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നു. മലയാളം ടെലിവിഷൻ, കൊല്ലം. Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ.